തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരായ ചികിത്സാ നിഷേധ പരാതിയിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ്. ബിസ്മീറിന് ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയും അന്വേഷണവും കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മരിച്ച ബിസ്മീറിന്റെ കുടുംബം ഗവർണർക്കും പരാതി നൽകി. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ കരിവാരിത്തേക്കാൻ ശ്രമം നടക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആസൂത്രിതമായി കുപ്രചാരണം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കുപ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നു സാർ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വളരെ ആസൂത്രിതമായി ആക്രമിക്കുന്നതിന് വേണ്ടി, കരിതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. പക്ഷേ സാർ, ഇതിൽ ഒരു കാര്യമുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ചികിത്സ സൗജന്യമായി നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ദുഷ്പ്രചരണം. വിനേഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നത്. വിനേഷ്, വിളപ്പിൽശാലയിലെ ചികിത്സാ നിഷേധ പരാതി, അതിൽ കഴമ്പില്ല എന്ന ആരോഗ്യവകുപ്പ് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത്ര നേരത്തെ തന്നെ അത് പറയാൻ എങ്ങനെ കഴിയുന്നു? ആ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ തെളിവായിരിക്കുമ്പോൾ ആരോഗ്യമന്ത്രി ഏത് രീതിയിലാണ് ഇതിനെ ന്യായീകരിക്കുന്നത്? പ്രജിൻ, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഡയറക്ടർക്ക്, അതായത് ഹെൽത്ത് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. അതായത് ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ചികിത്സ വൈകിയിട്ടില്ല, അതുപോലെ തന്നെ ചികിത്സ നിഷേധിച്ചിട്ടുമില്ല. അവർ വന്ന് മിനിറ്റുകൾക്കകം തന്നെ ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ CCTV ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ് അദ്ദേഹത്തിന് വേദന വരുന്നതും അതിനുശേഷം അങ്ങ് പോകുന്നതും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗേറ്റ് തുറക്കാൻ തയ്യാറായതും ഈ അധികൃതർ വന്ന് ഗേറ്റ് തുറക്കാൻ തയ്യാറായതും. വിളപ്പിൽശാല ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു വലിയ വീഴ്ച ഉണ്ട് എന്നുള്ള ഒരു ആരോപണത്തിന് തെളിവ് എന്നുള്ള രീതിയിൽ ഒരു പിൻബലമായാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ആരോഗ്യവകുപ്പ് ഇതെല്ലാം തന്നെ നിഷേധിക്കാൻ കൃത്യസമയത്ത് ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ അവർക്ക് ഓക്സിജൻ നൽകിയ ശേഷമാണ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ദൃശ്യങ്ങൾ ആരോഗ്യവകുപ്പ് തന്നെ ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹത്തിന്, അതായത് ഈ മരിച്ചുപോയ ബിസ്മീറിന് കുറച്ച് സമയം മാത്രമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. വളരെ കുറച്ച് സമയമാണ്, അല്ലാതെ ചികിത്സാ നിഷേധമല്ല എന്നുള്ള നിലപാടാണ് ആരോഗ്യമന്ത്രി സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഹെൽത്ത് ഡയറക്ടർ കൃത്യമായി തന്നെ ആരോഗ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട്. ശരി, വിനേഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.